എല്ലാവർക്കും നമസ്കാരം. ദേവദൂതൻ മലയാളികൾ പെട്ടെന്ന് മറക്കാൻ ചാൻസ് ഉള്ള ഒരു പേരല്ല. 2000 റിലീസ് ചെയ്ത ദേവദൂതൻ എന്നുള്ള ആ സിനിമ ഇപ്പോൾ വീണ്ടും റീമാസ്റ്റേർഡ് ആയിട്ട് 4Kയിൽ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റത്തിൽ റിലീസ് ആയിരിക്കുകയാണ്. സിനിമ കാണണമെന്ന് ആദ്യമേ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഓഡിയൻസിന്റെ റെസ്പോൺസ് ഒക്കെ ഒന്ന് അറിഞ്ഞിട്ട് കാണാം എന്ന് കരുതി. അങ്ങനെ ബെസ്റ്റ് റെസ്പോൺസ് ആയിരുന്നു ജനങ്ങൾക്കിടയിൽ നിന്നും. അതുകൊണ്ട് ഞാനും കാണാൻ പോയി ദേവദൂതന്റെ 4K ഡോൾബി അറ്റ്മോസ് വെർഷൻ. അപ്പോൾ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ 4K പ്രോസസ് ചെയ്തിരിക്കുന്നതിന്റെ ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കിടിലമായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. 4K മീൻസ് റീമാസ്റ്ററിംഗ് നമ്മളെ യൂട്യൂബിലൊക്കെ മാറ്റ്നി നോവില് റീമാസ്റ്റേർഡ് ഒരു വെർഷൻ വന്നിട്ടുണ്ട്. അതല്ല, ബിഗ് സ്ക്രീനിലുള്ള റീമാസ്റ്റേർഡ് വെർഷൻ ഭയങ്കരമായ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഔട്ട്ഡോർ ഷോട്ടുകളൊക്കെ പുതിയ സിനിമ കാണുന്ന ഒരു ഫീൽ ആയിരുന്നു. ഒരിക്കലും ഒരു പഴയ സിനിമയുടെ പുതിയ വെർഷനാണ് കാണുന്നതെന്നുള്ള യാതൊരു ഫീലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു റീമാസ്റ്ററിംഗ് വെർഷൻ ആയിരുന്നു. ഈ ഇൻഡോർ ഷോട്ടുകളിലൊക്കെ പൊതുവെ ദേവദൂതൻ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഇതാണ് ഇൻഡോർ സീനുകളിലൊക്കെ വരുന്നത്. അപ്പോ ആ ഒരു ഡാർക്ക്നെസ് ഇൻഡോർ സീനുകളിലൊക്കെ ഉണ്ട്. അത് കുഴപ്പമല്ല. അത് പണ്ടത്തെ അവരുടെ ക്യാമറയുടെയും ലൈറ്റിങ്ങിന്റെയും പ്രത്യേകത. അത് അതുപോലെ തന്നെ നിന്നിട്ടുണ്ട്. എങ്കിലും ഷാർപ്നെസ് ആയാലും ഡെപ്ത് ആയാലും ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടിന്റെ ക്വാളിറ്റി ആയാലും എല്ലാം സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഔട്ട്ഡോർ ഷോട്ടുകളിൽ അത് അറിയാൻ പറ്റും. ഔട്ട്ഡോർ ഷോട്ട്, അതായത് ഡേ ലൈറ്റിന്റെ സഹായത്തോടു കൂടിയുള്ള ഔട്ട്ഡോർ ഷോട്ടുകളിൽ സൂപ്പർ, ഭയങ്കര ക്വാളിറ്റി, എക്സലന്റ് ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അതൊരു പഴയ സിനിമയാണ് തോന്നാത്ത രീതിയിൽ അത്രയ്ക്ക് കിടിലമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതിനൊന്നും യാതൊന്നും പറയാനില്ല. സിനിമ കണ്ടു തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പൂർണ്ണമായിട്ടും അത് മറ്റൊരു സിനിമ എന്നുള്ള രീതിയിൽ, അത് ഒരിക്കലും ഒരു റീമാസ്റ്റേർഡ് വെർഷനാണ്, പഴയ ഒരു സിനിമയാണ് കാണുന്നത് എന്നുള്ളത് പാടെ മറന്നു തന്നെയാണ് അങ്ങോട്ട് കണ്ടത്. ഇനി സൗണ്ട് ഡോൾബി 4K ഡോൾബി അറ്റ്മോസിലാണ് ചെയ്തിട്ടുള്ളത്. ഡോൾബി അറ്റ്മോസ് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. പണ്ട് DTS ഇറങ്ങിയ സിനിമയാണ്. DTSനെ ഡോൾബി അറ്റ്മോസ് ചാനലിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ കുറവുകളൊന്നും സംഭവിച്ചിട്ടില്ല. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി, ക്രിസ്റ്റൽ, വോക്കൽ ക്വാളിറ്റി ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. BGM എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതിലൊന്നും യാതൊരു കുഴപ്പവും പറയാനില്ല. ഒരു പഴയ സിനിമ ഇങ്ങനെ കാണാൻ കിട്ടിയത് ഒരു ഭാഗ്യമാണ്. അത് എന്തായാലും പറയാം. പ്രത്യേകിച്ച് ദേവദൂതൻ പോലുള്ള ഒരു സിനിമ 2000 ഇറങ്ങിയ ഈ സിനിമ അന്ന് വേണ്ടത്ര തിയേറ്ററിൽ അംഗീകരിക്കപ്പെട്ടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. പക്ഷെ എങ്കിലും തിയേറ്ററിൽ അതൊരു പരാജയം തന്നെയായിരുന്നു. അപ്പോ വീണ്ടും ദേവദൂതൻ വന്ന് എല്ലാ കുറവുകളും പരിഹരിച്ച്, ടെക്നിക്കലി ഉള്ള എല്ലാ കുറവുകളും പരിഹരിച്ച് പുതിയൊരു ഇതാണ് വന്നിരിക്കുന്നത്. നമ്മളെ പഴയ മോഹൻലാലിനെ കാണാം, പണ്ടത്തെ പല നടന്മാരെയും കാണാം, പണ്ടത്തെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് കാണാം. പിന്നെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഡയലോഗുകളും കാര്യങ്ങളൊക്കെ പൊതുവെ ഉള്ളതാണ്. അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. സിനിമയെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പിന്നെ ലെങ്ത്, പിന്നെ ഏറ്റവും വലിയ പ്രശ്നം സംഭവിച്ചു, എനിക്ക് ഒരു കുറവായിട്ട് തോന്നി. അത് വലിയൊരു കുറവ് തന്നെയാണ്. യഥാർത്ഥ ദേവദൂതന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം ലെങ്ത് എന്ന് പറയുന്നത് 2 മണിക്കൂർ ആയതുകൊണ്ട് 45 മിനിറ്റോളം, അതായത് 2.25 മണിക്കൂറോളം ലെങ്ത് വരുന്ന ഒരു സിനിമയാണ് ദേവദൂതൻ. ഇന്നലെ കണ്ട വെർഷൻ വെറും 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അതായത് 45 മിനിറ്റോളം കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് സിനിമയിൽ. എന്തൊക്കെയാണ് കട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ, ചില സീനുകളുടെ ലെങ്ത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഇടയ്ക്കുള്ള 1-2 ഡയലോഗ്സ് ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ശ്രദ്ധിച്ചു. പിന്നെ പ്രധാനം നമ്മുടെ ജഗദീഷ്, ഈ രണ്ടുപേരുമാണ് ദേവദൂതൻ സിനിമയിൽ കോമഡി പോർഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം അവരുടെ കോമഡി നല്ല രസമുള്ള കോമഡിയാണ്. ജഗതിയുടെ ഒക്കെ കോമഡി അടിപൊളിയാണ്. പക്ഷെ ജഗതി എന്നുള്ള വ്യക്തി ഇന്നലത്തെ സിനിമയിൽ ഇല്ല. ജഗതി വരുന്ന എല്ലാ പോർഷനും ഇന്നലെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ വെർഷനിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ജഗദീഷ് ഗസ്റ്റ് റോള് പോലെ ഇടയ്ക്കിടയ്ക്ക് 1-2 സീനുകളിൽ വന്നിട്ട് പോകുന്നുണ്ട്. അല്ലാതെ ജഗദീഷിനും അവിടെ വലിയൊരു പ്രാധാന്യമില്ല. ഇന്നലത്തെ സിനിമ പ്രധാനമായിട്ടും അതിന്റെ പ്രധാന കഥയെ മാത്രം ആസ്പദമാക്കി അതിന്റെ സീരിയസ് മൂഡും ആ ഹൊറർ, സീരിയസ്, റൊമാൻറ്റിക് മൂഡ്, ഇത് മൂന്നും, റൊമാൻസ്, ഹൊറർ, ഡ്രാമ, ഇത്രയും മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. അതിൽ അഡീഷണൽ ആയിട്ട് ഉള്ള ഫൈറ്റ് പോലും ഇല്ല. 2 ഫൈറ്റ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിന്റെ ഫ്ലാഷ് ബാക്ക് സീൻസ്, വെള്ളമടിച്ചുകൊണ്ടുള്ള മോഹൻലാലിന്റെ ആ ഒരു കാലഘട്ടം, അത് മൊത്തത്തിൽ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1-2 ഡയലോഗ്സ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ജഗതി ടോട്ടലി ഇല്ല. ജഗദീഷ് ആദ്യത്തെ സീനുകളിലൊന്നുമില്ല. പിന്നെ 1-2 പ്രാവശ്യം ഗസ്റ്റ് പോലെ വന്നിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് 45 മിനിറ്റോളം കട്ട് ചെയ്ത് ചുരുക്കിയിട്ടുണ്ട്. അത് നല്ല കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ദേവദൂതൻ എന്താണ്. അതിൽ നിന്ന് വീണ്ടും കട്ട് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല മൊത്തത്തിൽ. പിന്നെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു കട്ട് ചെയ്ത് കളഞ്ഞത് കൊണ്ട്? പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞത് വളരെ നീറ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും പുതിയൊരു വ്യക്തിക്ക് അങ്ങനെയുള്ള രംഗങ്ങൾ അതിനിടയിൽ ഉണ്ടെന്ന് അറിയാനേ പറ്റില്ല. അത്ര നീറ്റായിട്ട് ആരും അറിയാത്ത രീതിയിലാണ് ആ സീനുകൾ കട്ട് ചെയ്തിരിക്കുന്നത്. അത് സമ്മതിച്ച കാര്യമാണ്.
പുതിയൊരു വ്യക്തി ആദ്യമായിട്ടാണ് ആ സിനിമ കാണുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള രംഗങ്ങൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ പടത്തിന്റെ ഫീലും കുറയില്ല. 1-2 ഭാഗത്ത് കണ്ടിന്യൂവേഷൻ എനിക്ക് കുറവ് ഫീൽ ചെയ്തു. അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലരും ഇതിന്റെ റീമാസ്റ്റേർഡ് വെർഷനൊക്കെ വരുമ്പോൾ കാണാൻ പോകുന്നത് പല കാരണങ്ങളായിട്ടായിരിക്കാം. ഞാൻ കാണാൻ പോയത് ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. കഥ കാണാനല്ല, മോഹൻലാലിനെ കാണാനല്ല, മറ്റാരെയും കാണാനല്ല. വിദ്യാസാഗറിന്റെ സംഗീതത്തിലുള്ള ആ മ്യൂസിക് തിയേറ്ററിൽ വീണ്ടും ഒന്ന് കണ്ട് കേട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോയത്. പ്രധാനമായിട്ടും ആ 2 പാട്ടുകൾ അറിയാം നിങ്ങൾക്ക്. കരളയിൽ നിന്ന് കൈപിടിച്ചാൽ, പൂവേ പൂവേ പാലപ്പൂവേ, ഈ 2 പാട്ടുകളും 2000 സിനിമ ഇറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ റേഡിയോയിലും ഒക്കെ കണ്ടിന്യൂസ് ആയി ഹിറ്റായിട്ട് തുടരുന്ന അപൂർവം പാട്ടുകളിൽ 2 പാട്ടുകളാണ്. ഒരിക്കൽ പോലും ആ പാട്ട് ഡൗൺ ആയിട്ടില്ല. ഈ പാട്ടുകളുടെ പോപ്പുലാരിറ്റി താഴ്ന്നു പോയിട്ടില്ല. കേൾക്കുമ്പോൾ മടുപ്പും തോന്നിയിട്ടില്ലാത്ത 2 പാട്ടുകളാണ്. എക്സലന്റ് കോമ്പോസിഷൻ. മാത്രമല്ല സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഒരു മ്യൂസിക്കൽ സെറ്റപ്പിലാണ് പോകുന്നത്. വിദ്യാസാഗർ തകർത്ത് ചെയ്ത ഒരു ഐറ്റമാണ്. അതിന്റെ എഫക്ട് ഇന്നും ഉണ്ട്. അത് തിയേറ്ററിൽ കേൾക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പൂവേ പൂവേ പാട്ട് എനിക്ക് രോമാഞ്ചമുണ്ടാക്കി. തിയേറ്ററിൽ ഭയങ്കര ഒരു ട്രീറ്റ് ആയിരുന്നു ആ സാധനം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ സൗണ്ട് എഫക്റ്റും എല്ലാം ഭയങ്കര ലൗഡായിട്ട് നല്ല കിടിലായിട്ട് നിന്നു ആ പാട്ട്. സൂപ്പർ. ഇനി അടുത്ത് കരളയിൽ നിന്ന് കൈപിടിച്ചാൽ, എന്റെ ഏറ്റവും ഫേവറേറ്റ് പാട്ട് അതാണ്. ആ പാട്ട് വന്നപ്പോൾ എനിക്കൊരു കുറവ് സംഭവിച്ചു. എനിക്കത് ഫീൽ ചെയ്തൊരു കുറവ് ഇതാണ്. ഞാൻ വിചാരിച്ച പഞ്ച് ആ പാട്ടിൽ കിട്ടിയില്ല. കാരണം അതിന് തൊട്ട് മുമ്പുള്ള ജയപ്രദയുടെ 2 ഡയലോഗും അതിന്റെ കൂടെ ഈ പാട്ടും വരുന്നത് എനിക്ക് പണ്ട് മുതലേ വളരെ ഫീല് തരുന്ന ഒരു രംഗമാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കേൾക്കുമ്പോൾ ഭയങ്കരമായ ഒരു ഫീൽ എനിക്കുണ്ടാവും. പക്ഷെ ഇന്നലെ അത് കേട്ടപ്പോൾ എനിക്ക് ആ ഫീൽ അത്ര കിട്ടിയില്ല. അതിന് കാരണം നോർമൽ വോക്കലിന്റെ നോർമൽ സൗണ്ടിൽ നിന്നും അല്പം താഴ്ന്നു പോയി ഈ സോങ്ങിന്റെ മാത്രം സൗണ്ട്. എന്ത് പറ്റിയെന്നറിയില്ല. വേറെ പാട്ടുകൾക്കൊന്നും അത് ഫീൽ ചെയ്തില്ല. നോർമൽ സൗണ്ട് ഇങ്ങനെ വരുന്നു, പെട്ടെന്ന് ആ പാട്ട് വരുമ്പോൾ സൗണ്ട് ഒന്ന് ഡൗൺ ആവും. ഡൗൺ ആയിട്ട് പാട്ട് സൗണ്ട് കുറഞ്ഞാണ് കേട്ടത്. ആ അതിന്റെ ഒരു എഫക്ട് എനിക്ക് കിട്ടിയില്ല. അത് മിക്കവാറും എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രതീക്ഷ എഫക്ട് ആ പാട്ട് നമുക്ക് തന്നില്ല. പക്ഷെ വിഷ്വലി ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഏറ്റവും കലക്കിയ പാട്ട്, ആളുകളെ മൊത്തം പിടിച്ച് കുലുക്കിയ ഒരു പാട്ട് നമ്മളാരും പ്രതീക്ഷിച്ചില്ല. എന്തരോ മഹാനുഭാവിലു എന്നുള്ള ആ ഒരു ഇൻട്രോ സോങ്. അത് ഇൻട്രോ സോങ് മാത്രമല്ല, സിനിമ തീർന്നപ്പോൾ വീണ്ടും ആ പാട്ട് റിപ്പീറ്റ് ചെയ്തിട്ടിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ആ പാട്ട് അവസാനം ഇട്ടപ്പോ, ടൈറ്റിലിനോടൊപ്പം ആ പാട്ട് ഇട്ടപ്പോ, വിഷ്വലോട് കൂടി ആ പാട്ട് ഇട്ടപ്പോ ഏതാണ്ട് 90% ആളുകൾ എണീറ്റ് പോകാതെ ഇരുന്ന് കണ്ട് തീർത്തിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു. നല്ല രീതിയിൽ, അതായത് ആളുകൾ, ഞാൻ വിചാരിച്ച ഒരു കണ്ട സിനിമ വീണ്ടും കാണുന്നു, അതെന്തായാലും കണ്ടു തീർന്നു പറഞ്ഞ ആളുകൾ ഇറങ്ങി പോകും. പക്ഷെ ഇതങ്ങനെയല്ല. കണ്ട സിനിമ വീണ്ടും കണ്ടിട്ട് പോലും ഈ അവസാനത്തെ ഈ സോങ് മുഴുവൻ കണ്ടു തീർത്തിട്ടാണ് ആളുകൾ അവിടെ എണീറ്റ് പോയത്. അതിന്റെ അർത്ഥം അവിടെ ഇരുന്നതെല്ലാം ദേവദൂതൻ ഫാൻസ് തന്നെയാണ്. നമ്മളെയൊക്കെ 90s വസന്തങ്ങൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഇന്നത്തെ ന്യൂജൻ വാവകളുണ്ട്. അവരോട് പറയുകയാണ്, നിങ്ങൾ ഈ അനിരുദ്ധിന്റെ ഒക്കെ മ്യൂസിക് മാത്രം കേട്ടുകൊണ്ടാണോ എന്നറിയില്ല, ശരിക്കും നല്ല സിനിമയും നല്ല അഭിനയവും നല്ല സംഗീതവും നല്ല കാലത്ത് ആസ്വദിച്ചവരാണ് നമ്മളെ അങ്ങനെ തീരെ താഴ്ത്തി ഉള്ള വർത്താനം. ഞാൻ അവരോട് കമന്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. 90s വസന്തങ്ങൾ കണ്ടിട്ടുള്ള പോലെ ആർട്ട് നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് തന്നെ ഞാൻ ഇന്നത്തെ ന്യൂജൻ വാവകളോട് പറയുന്നു. അപ്പോ ഇന്നലത്തെ സിനിമയുടെ ആ പോപ്പുലാരിറ്റിയും അതിന്റെ നല്ലൊരു എക്സാമ്പിളാണ്. ശരിക്കും ആ ഒരു പഴയ കാലത്തിന്റെ ആ നന്മയും മറ്റു കാര്യങ്ങളും സിനിമയുടെ ആ ഒരു എക്സലൻസ് എല്ലാം ഇന്നലെ എൻജോയ് ചെയ്തു. ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ സിനിമ തമാശയല്ല. നിങ്ങൾ ദേവദൂതൻ റീമാസ്റ്റേർഡ് വെർഷൻ കാണാൻ പോകുന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുക. വേറൊന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അതിന്റെ സ്റ്റോറി ലൈൻ മാത്രം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിലെ സീനുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്ത് 2 മണിക്കൂറിൽ ഒതുക്കിയാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. വേറെ എന്തെങ്കിലും സാങ്കേതിക കാരണമായിരിക്കാം. തമാശ, കോമഡി പോർഷൻസ് ഇല്ല, സ്റ്റണ്ട് പോർഷൻസ് ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല. അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തോ ഞാനത് പറയുന്നത്, ഇപ്പൊ 2 മണിക്കൂറേ ഉള്ളൂവെങ്കിലും ഒരു ഫ്രഷ് സിനിമ കണ്ട് പോകുന്ന ഒരു ഫീലായിരുന്നു. ഇന്റർവെൽ വരെ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഇന്റർവെൽ കഴിഞ്ഞ് നിങ്ങൾക്കറിയായിരിക്കും, ക്ലൈമാക്സ് എനിക്ക് വലിയ തൃപ്തികരമായ ഒരു ക്ലൈമാക്സ് അല്ല ദേവദൂതന്റെ ക്ലൈമാക്സ്. അങ്ങനെ എൻഡിലോട്ട് പോകുന്നതോറും എനിക്ക് ആ ഒരു മടുപ്പ് ചെറുതായിട്ട് ഫീൽ ചെയ്തു. ഇനിയിപ്പോ കണ്ടതാണല്ലോ കാണാൻ പോകുന്നത്, എങ്ങനെയെങ്കിലും എണീറ്റ് പോകാം എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. പക്ഷെ പാട്ടുകൾ കലക്കി. എൻ ജീവനെ പാട്ടിനെ പറ്റി പറഞ്ഞില്ല. ആ പാട്ടുണ്ടായിരുന്നു, എൻ ജീവനെ എങ്ങാണ് നീ എന്ന് പറയുന്ന ജാനകിയുടെ പാട്ട്. അത് ഭയങ്കര ലൗഡ് സൗണ്ട് ആയിരുന്നു. എനിക്ക് പുള്ളിക്കാരുടെ സൗണ്ട് തന്നെ ചെവിക്കകത്ത് ഇങ്ങനെ തുളഞ്ഞു കയറുന്ന ഒരു ഫീലായിരുന്നു. പിന്നെ ജയപ്രദയുടെ സൗന്ദര്യം അസാധാരണമായി
ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇങ്ങനെ നോക്കിയിരുന്നു പോകും. ആ പ്രായത്തിലും ആ സ്ത്രീയുടെ സൗന്ദര്യം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ സിനിമയിൽ. ഇതെല്ലാം പിന്നെ മോഹൻലാലിന്റെ പഴയ സ്റ്റൈൽ പെർഫോമൻസ്. ഇന്നത്തെ മോഹൻലാലിന് എന്താണോ ഇല്ലാത്തത്, അന്ന് മോഹൻലാൽ എത്ര ആക്റ്റീവ് ആയിരുന്നു എന്നുള്ള പഴയ മോഹൻലാലിനെ ഒന്ന് കാണാൻ പറ്റി. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടായി. എനിക്ക് ഒട്ടും നഷ്ടം തോന്നിയില്ല. കണ്ട സിനിമ വീണ്ടും കണ്ട് എന്നും പറഞ്ഞാൽ യാതൊരു നഷ്ടവും എനിക്ക് തോന്നിയില്ല.